Hi my dear friends, welcome to Mohanlal States Buds Taste of Kerala. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നടക്കുന്ന ഓണാഘോഷ ചടങ്ങുകളിലാണ്. ഓണം വാരാഘോഷം. ഓണം വാരാഘോഷത്തിന് വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം, അംഗവും കാണാൻ താളി ഓടിക്കാം. എൻ്റെ ദുരുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ല വിശാലമായ ഫുഡും കിട്ടും, അതിൻ്റെ സീക്രട്ടും കിട്ടും, ഓണാഘോഷവും കാണാം. അപ്പോൾ ശരിക്കും രണ്ടല്ല കാര്യം മൂന്നാണ്. Are you ready? Let's go! ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഫുഡ് ഫെസ്റ്റിവലിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഓരോ സ്ഥലവും കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിട്ട് അലങ്കരിച്ച ഓരോ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള പ്രശസ്തമായ പല സ്ഥാപനങ്ങളുടെയും ഷോപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊരിച്ചതിൻ്റെയും കരിച്ചതിൻ്റെയും മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സഹിച്ചിട്ട് വേണം ഇവിടെ നിൽക്കാൻ. എന്തായാലും എൻ്റെ കൺട്രോൾ വിടുന്നു, ഇനി എവിടെയെങ്കിലും ഇടിച്ച് കയറണം. എനിക്കിവിടെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. ഇവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എവിടെ ഫുഡ് എന്ന് എഴുതി കാണിച്ചാലും അവിടെ പറന്നെത്തുന്ന ആൾക്കാരാണ്. അല്ലേ, 3 പേരല്ല 4 പേരും. എവിടെ ഫുഡ് എന്ന് എഴുതി കാണിച്ചാലും അവിടെ പറന്നെത്തും. ഇവരുടെ സൈസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എന്നെക്കാൾ നന്നായിട്ട് തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, എവിടെയാണ് ടേസ്റ്റ്? നിങ്ങൾ എല്ലാ ദിവസവും കഴിച്ചു നോക്കിയല്ലേ, എവിടെയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ? ഏറ്റവും ടേസ്റ്റ് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി, അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. 7-ാം തീയതിയും കൂടെ ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അന്ന് 7-ാം തീയതിയെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനോഹരമായ ഫുഡ് കഴിച്ചിട്ട് പോകാം. എന്തായാലും ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. ഓരോരുത്തരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡ് കണ്ട് കറക്കി കുത്തിയിട്ട് വേണം. മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റോഡിലെല്ലാം വെളിച്ചം തട്ടി 1 2 3. മണിപ്പുട്ട്, മീൻ പീരപ്പുട്ട്, ഇറച്ചിപ്പുട്ട്, ചമ്പാപ്പുട്ട്. ഈശ്വര, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ദാ കണ്ടറിഞ്ഞു. ഇനി എന്താ ഇത് എഴുതി കാണിച്ചപ്പോഴത്തേക്ക് ഇറച്ചിപ്പുട്ട്, മീൻ പീരപ്പുട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് അതിൻ്റെ ഒരു സീക്രട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നെപ്പോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കും അതിൻ്റെ സീക്രട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും കുട്ടനാടൻ ഭക്ഷ്യമേള എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനകത്തൊരു നാടനുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറാം. ഇറച്ചിപ്പുട്ട്, ചെമ്പാപ്പുട്ട്, ഹെർബൽ പുട്ട്, മീൻ പീരപ്പുട്ട് എന്നീ പുട്ടുകളാണ് നാടൻ വിലയിലാണ്. പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത്. 2 പഴം എടുത്താൽ 1 പഴം ഫ്രീ ഉണ്ട്. ഇത് കൂടാതെ 2 പഴം എടുത്താൽ 1 പഴം ഫ്രീ. രണ്ട് പഴം എടുത്താൽ 1 പഴം ഫ്രീ. ചേട്ടാ, ഇതൊക്കെ എന്താ? ഇത് കള്ളില്ല. ഇത് മോരാണ്. മോര് 1 കുപ്പി വെറും 10 രൂപ. ഇതാണ് ഇതിന്റെ വില കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഭക്ഷ്യമേള 7-ാം തീയതി വരെ ഉണ്ട് ഭക്ഷ്യമേള. അതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വിഭവ സമൃദ്ധമായിട്ട് വയറൊക്കെ വീർപ്പിച്ച് പോവാം. വള്ളപ്പാട്ടുണ്ടോ? വള്ളപ്പാട്ട് ഞങ്ങൾ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. SP ഗ്രാൻഡ് ഐസിൻ്റെ കുട്ടനാടൻ ഭക്ഷ്യമേളയിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുന്ന് വരുന്ന മണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സകല കൺട്രോളും കളയുന്നതാണ്. എന്തായാലും ഇവിടെ ചട്ടികളിൽ നിരത്തി അടിയിൽ തീയൊക്കെ കൊടുത്ത് ചൂടാക്കി വെച്ചേക്കാണ്. എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം. ഈശ്വര, വലിയ വാർപ്പിലാണത്. ചെമ്മീൻ മാങ്ങാക്കറി, ചെമ്മീൻ ചാടിയ മുട്ടോളം, ഇല്ലെങ്കിൽ ചട്ടിയോളം. അത് മാത്രമല്ല, കുറേ പുട്ടുകളുടെ പേര് എഴുതി വെച്ചേക്കുന്നുണ്ട്. സാദാ പുട്ട്, മണിപ്പുട്ട്, ഹെർബൽ പുട്ട്. എവിടെ പുട്ട്? ഇതാ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് മണിപ്പുട്ട്, ഇടിയപ്പം പോലെ ഇരിക്കും മണിപ്പുട്ട്. ഇത് ഇറച്ചിപ്പുട്ട്, ഇത് മീൻ പീരപ്പുട്ട്, ഇത് ചമ്പാപ്പുട്ട്. അപ്പോൾ ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് സാധാരണ പറയാറുണ്ട്. അതിവിടെ ശരിയായിരിക്കുകയാണ്. ഇനി ഇത് ആരാണ് ഷെഫ്? ആരാണ് ഇവിടുത്തെ? ആര്?
പേര് ബിജു. ബിജു. നാടെവിടെ? നാട് കുട്ടനാട്ടിലാണ്. അപ്പോൾ ശരിക്കും കുട്ടനാടുകാരൻ. അതുകൊണ്ടാണ് കുട്ടനാടും തീം തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ശരിയാ. അപ്പോൾ ശരിക്കും നാടും കുട്ടനാട് തന്നെ. അപ്പോൾ ഈ കുട്ടനാടൻ രുചികളൊക്കെ ആസ്വദിച്ച് വന്ന ആളാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും 2 മനോഹരമായ പുട്ടിൻ്റെ സീക്രട്ട് നമുക്ക് പറഞ്ഞു തരും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടുത്തെ സ്ഥലപരിധിയും ഇത് ശബ്ദത്തിൻ്റെ ഇതും കൊണ്ട് ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് ഉണ്ടാക്കി കാണിച്ച് വിശദമായിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പാണോ? തീർച്ചയായിട്ടും. SP ഗ്രാൻഡൈസിന്റെ വിശാലമായ കിച്ചണിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുട്ടിന്റെ സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് പറയാം. ഓണം എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തെക്കൻ കേരളത്തിൽ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്കായി ഇതാ 2 ഫ്രഷ് ഡിഷുകൾ, അതും നോൺ വെജ് അല്ലേ? മീൻ പീര കൊണ്ട് പുട്ട്, ഇറച്ചിപ്പുട്ട്. ഇവിടുത്തെ സൂഷെഫായ ബിജുചേട്ടനാണ് നമുക്ക് ഈ സീക്രട്ടുകൾ മുഴുവൻ പറഞ്ഞു തരാൻ പോകുന്നത്. കുറേ നാൾ ജപ്പാനിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ജപ്പാൻകാർക്കും ഇദ്ദേഹം ഈ പുട്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇത് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ സ്പൈസി ആണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് തന്നെ കേരളത്തിൽ നമ്മൾ നാടൻ തേങ്ങ അരച്ച കറി എന്നൊക്കെ പറഞ്ഞാൽ അവരും കൂടെ ലൈക്ക് ചെയ്യുന്ന കറിയാണ്. അവർക്ക് ആ ടേസ്റ്റ്, അതിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ശരി. തീർച്ചയായിട്ടും. അപ്പോൾ ജപ്പാൻകാരൊക്കെ ഇത് കഴിച്ചിട്ട് എന്ത് പറയും ജപ്പാൻ ഭാഷയിൽ? ജപ്പാൻ ഉഷി എന്ന് പറയും. ഉഷി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എന്നാണ്. ശരി. അപ്പോൾ ജപ്പാൻകാരൊക്കെ കഴിച്ചിട്ട് ഉഷി എന്ന് പറയുന്ന പുട്ടുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് പുട്ടാണെങ്കിലും പുട്ടിന് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കുന്നതിൻ്റെ കുട്ടനാടൻ ടിപ്പുകൾ എന്തെങ്കിലും ബീശ്വരൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും മാവ് കുഴയ്ക്കുന്നതിൽ എന്തെങ്കിലും ടിപ്പുണ്ടോ? നമുക്ക് സാധിക്കാം. ഇപ്പോൾ നമ്മൾ ഇത് വറുത്ത അരിപ്പൊടി വറുത്ത ലൈറ്റ് തരിയോടുകൂടി നമ്മൾ വറുത്തെടുക്കുക, പൊടിപ്പിച്ചെടുത്തതാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ നോക്കിക്കോളൂ. ഇതിനകത്ത് നമ്മൾ ലേശം സാൾട്ട് ആഡ് ചെയ്യുന്നു, കുറച്ച് ജീരകം ഇടുന്നു. നമ്മൾ ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര ഇടുന്നു. തേങ്ങാപ്പീര ഇട്ട് നല്ലോണം ഈ മാവ് മിക്സ് ചെയ്യുന്നു. ഓക്കെ. നമ്മളിനി തിളപ്പിച്ച് വെച്ച വെള്ളം ആഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇങ്ങനെ ആഡ് ചെയ്യുന്നു. ഈ ചില ആൾക്കാർ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കല്ല് പോലെയായി പോകുന്നു പറയും, സോഫ്റ്റ് ആവില്ല. അതിൻ്റെ കാരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലർ പിന്നെ പുട്ട് പൊടി വറുക്കുന്നതിൽ ഇതുണ്ടാവും, ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ഇതുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സ്ട്രക്ചർ മാറുന്നതല്ല. അത് പ്രത്യേകിച്ച് പുട്ടിന് അങ്ങനെ ഇതൊന്നും സംഭവിക്കാൻ വഴിയില്ല. എങ്കിലും നമ്മൾ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുട്ട് കുഴച്ച് നമ്മൾ വീടുകളിൽ പെട്ടെന്ന് അങ്ങോട്ട് കൂറ്റിലോട്ട് ഇടുന്നതിലും ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഇത് കുറച്ച് നേരം കീപ്പ് ചെയ്ത് വെളിയിൽ വെച്ചിട്ട് ശേഷം ചെയ്യുവാണെങ്കിൽ സോഫ്റ്റ്നെസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടനാട്ടുകാരുടെ ഒരു ടിപ്പ് ഞാനൊന്ന് ചുരുക്കി പറയാം. പുട്ടിൻ്റെ മാവ് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ കുറ്റിക്കകത്തിട്ട് പുഴുങ്ങിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റായി. ഇന്ന് നമ്മുടെ ആദ്യത്തെ വിഭവം ഇറച്ചിപ്പുട്ടാണ്. അപ്പോൾ ഇറച്ചിപ്പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുട്ട് മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചിയുടെ മസാല ഉണ്ടാക്കി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുട്ടിൻ്റെ മാവ് റെഡിയാണ്. ഇനി ഇറച്ചിയുടെ മസാലയും കൂടെ ഉണ്ടാക്കി ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാവ് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ചിക്കൻ അല്ലേ? ചിക്കൻ ഫ്രഷ് ചിക്കൻ മിൻസ് ചെയ്തെടുത്ത് ബോണൊന്നും ഇല്ലാതെ. അപ്പോൾ ഇറച്ചി എല്ലിൽ നിന്ന് വേർതിരിച്ച്, ഇപ്പോൾ കോഴിയാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ എല്ലിൽ നിന്ന് ഇങ്ങനെ ഇറച്ചി ചെത്തിയെടുത്തിട്ട് മിൻസ് ചെയ്തെടുത്താൽ മതി. വളരെ ചെറുതായിട്ട് മിൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇവിടെ വലിയ ഹോട്ടലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മിൻസർ ഉണ്ടാവും. പക്ഷേ നമ്മൾ വീടുകളിൽ ചെയ്യാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കോഴി ഇറച്ചി എല്ലില്ലാതെ കൊത്തി എരിഞ്ഞെടുക്കണം. ഇതുകൊണ്ടാണ് ഇനി മസാല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് 1 കിലോ മാവിൻ്റെ ഇറച്ചിപ്പുട്ടാണ്. പ്രത്യേകിച്ച് ഇതിന് വേണ്ടി പറയുകയാണെങ്കിൽ അതിന് പ്രത്യേക കണക്കൊന്നുമില്ല. വീടുകളിൽ അങ്ങനെ നമുക്ക് ഈ മസാല കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ മസാല ഉണ്ടാക്കി പുട്ടിനകത്തിട്ട് പുട്ട് അവിച്ചെടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി. ഉള്ളി നല്ല 1 കിലോ മാവിന് ഒരു ഉദ്ദേശം, ഈ ഇറച്ചിപ്പുട്ടിൻ്റെ ഇവരുടെ ഒരു ഹോട്ടൽ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ മാവിന് ഒരു 600 ഗ്രാം ഇറച്ചി വേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയ കോഴി എന്ന് വേണമെങ്കിൽ കരുതാം. കുറച്ച് കറിവേപ്പില ഇടുന്നു ഇതിനകത്ത്.
പറയാം. ഒരു 50 ഗ്രാം എണ്ണ ഒഴിച്ച് ഒരു നുള്ളു പെരിഞ്ജീരകം ഇട്ടു, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു 1.5 സവോള എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ സവോള ഏകദേശം ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 600 ഗ്രാം ചിക്കൻ, അത് പിന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറുതായിട്ട് മിൻസ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത ചിക്കൻ അതും ഇട്ടു. 600 ഗ്രാം. ഇതിപ്പോൾ ഇതിനകത്ത് ഇനി മസാല ചേർക്കാറായി അല്ലേ? ചിക്കൻ ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ മസാലകൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതുകൂടി ആയപ്പോഴത്തേക്ക് മസാലകളുമായി. അതിനുശേഷം ഒരു പച്ചമുളക്, ഇത് വളരെ എരിവ് കുറച്ചാണ് ചെയ്യുന്നത്, എരിവ് വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. പിന്നെ അതിനുശേഷം പച്ചമുളക് ഇട്ടു, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട്, അതിൻ്റെ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പ് ചേർക്കാം അല്ലേ? ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മൾ റൈസ് ഇത് അരിപ്പൊടിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇതിന് അത്യാവശ്യത്തിന് ഉപ്പ് മാത്രം ഇടുക. ഇതിനുള്ളിൽ ഉപ്പ് മാത്രം ഇടുക. അതെ, ഇത് നല്ലോണം ൂറ്റിക്കകത്ത് വെച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക, കഴിക്കുക. നമ്മൾ പുട്ട് ഇതിൽ പുട്ടിടുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങാപ്പീരി ഇടും, ലൈറ്റായിട്ട്. സാധാ പുട്ട് പോലെ തേങ്ങാപ്പീരി ഇടുന്നു. ലൈറ്റായിട്ട് നമുക്ക് ലെയർ വേണേൽ കൊടുക്കാം. ഓക്കെ, സാധാരണ പുട്ടിന് ഉണ്ടാക്കുന്ന നമുക്ക് ലെയർ കൊടുക്കാം. അപ്പോൾ അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ് ആകും. കുട്ടനാടുകാരുടെ അടുത്ത ടിപ്പാണ് ഈ പുട്ടിന് മാവ് നിറയ്ക്കുമ്പോഴത്തേക്കും ഉണ്ട്. പുട്ടിന് മാവ് നിറച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ പുട്ട് വേവില്ല. അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് കാണിക്കാം. ആദ്യം പുട്ടിന് ചില്ലി ഇട്ടോന്ന് ഉറപ്പിക്കുക. അതിനുശേഷം തേങ്ങ, ഇവിടുത്തെ ഈ സാധാരണ പുട്ടുകുറ്റി കണ്ട് ശീലിച്ചവർ ഈ പുട്ടുകുറ്റി കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു മാരകായുധം ഇരിക്കുന്ന പോലെ തോന്നും. പേടിക്കേണ്ട, ഇത് ഇവിടുത്തെ പുട്ടുകുറ്റിയാണ്. കാരണം ഒരേ സമയം തന്നെ 4 കുറ്റി പുട്ട് പുഴുങ്ങിയെടുക്കാനുള്ളൊരു ടെക്നിക്കാണിത്. രുചിയുടെ 4 റോക്കറ്റുകളാണ് വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഇത് വിക്ഷേപിക്കുന്നവരെ കാത്തിരിക്കുക. എന്തായാലും ഇത് വെന്ത് വരാനായിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും. ഞാനിപ്പോൾ കനകക്കുന്നിലെ സ്റ്റാളിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. എന്നാൽ പോലും ഇതിൻ്റെ മണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ വിശപ്പുമായി. ഇതാണ് നമ്മുടെ ഇറച്ചിപ്പുട്ട്. ആവി പറന്നുകൊണ്ടിരിക്കുന്ന ഇറച്ചിപ്പുട്ട് കാണുമ്പോഴത്തേക്ക് എനിക്ക് മാത്രമല്ല ലോകത്തുള്ള സകലമാന പേർക്കും കൊതിയാവും ഇല്ലേ? ഞാൻ കള്ളം പറഞ്ഞല്ലോ. ഇനി ഒരു പ്ലേറ്റ് സംഘടിപ്പിക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൊടിഞ്ഞ് വീണത് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ്. ഈ പുട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഊതി പറത്തി വിട്ട് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റാണ്. അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകും. അപ്പം അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ചൂട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതിനകത്തുണ്ടെന്ന്. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇത്രയും ചൂടോടുകൂടി കഴിക്കുന്നുണ്ടായി. ഇത്രയും ടേസ്റ്റാണ്. അത് മാത്രമല്ല, ഓണക്കാലത്ത് കുറേ നാളായിട്ട് വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ഇനി മീൻ പീരപ്പുട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇറച്ചിപ്പുട്ട്. നമ്മുടെ അടുത്ത വിഭവം മീൻ പീരപ്പുട്ടാണ് അല്ലേ? അതെ, മീൻ പീരപ്പുട്ട് എന്ന് പറയുന്നത്, ഈ മീൻ പീര എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ഒരു ഡെലിക്കസിയാണ്. ഈ പൊടിമീൻ എന്നാണ് അവിടെ പറയുന്നത്. പൊടിമീൻ്റെ പീരയാണ്. ഈ നെത്തോലിക്ക് പല നാടുകളിലും ചൂടൻ എന്ന് പറയും, നെത്തോലി എന്ന് പറയും. പിന്നെ ആക്ച്വലി ചൂടൻ നത്തോലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചൂടൻ എന്ന് പറഞ്ഞാൽ പ്യൂർ വൈറ്റ് ആയിരിക്കും. ഈ ലെയർ നത്തോലിക്ക് മാത്രമേ ഈ ലെയർ ഉണ്ടാകത്തുള്ളൂ. ചൂടന് ലെയർ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ബിറ്റ്സ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ പല നാടുകളിലും പല പേരുള്ള ഒരു മീൻ കൊണ്ടാണ് പീര ഉണ്ടാക്കുന്നത്. ഈ പീര എന്ന് പറയുന്നത് കുട്ടനാടുകാരുടെ ഡെലിക്കസിയാണ്. അപ്പോൾ 1 കിലോ മാവിനാണ് നമ്മൾ ഇതുണ്ടാക്കി എടുക്കുന്നത്.
1 കിലോ മാവ് നന്നായിട്ട് പുട്ടിൻ്റെ പരുവത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി മീൻ പീരയും കൂടെ ഉണ്ടാക്കണം. അതിന് 1 കിലോ മാവിന് 750 ഗ്രാം, ഒരു 3/4 കിലോയുടെ മീൻ. 1 കിലോ ആണെങ്കിലും കുഴപ്പമില്ല, 3/4 കിലോ മീൻ. ഇനി ഇതിൻ്റെ പീര ഉണ്ടാക്കി എടുത്തിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം മീൻ പീരപ്പുട്ട് ഉണ്ടാക്കാൻ. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങാപ്പീരയിൽ മഞ്ഞപ്പൊടി ഇട്ട് പുരട്ടി തേങ്ങാപ്പീരയാണിത്. ഇത് നമ്മളിട്ട് ഒഴിക്കുന്നു. ശകലം ജീരകം ഇടുക. ഓക്കെ, ജീരകം നമ്മൾ ഇതിൻ്റെ മേളിലിടുന്നു. ഓക്കെ, മേളിലിട്ട് കുറച്ച് പച്ചമുളക്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കുറച്ചിടുന്നു. ഇട്ട് കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടു. എന്നിട്ട് നമ്മളിതിൻ്റെ കുടംപുളി ഇടുന്നു. ഓക്കെ, കുടംപുളി ഇടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ അല്ലികളായിട്ട് കീറി ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ കീറി ഇടുക. 3/4 കിലോ മീനിന് നമ്മൾ എത്ര തേങ്ങ എടുത്തു? ഒരു മുറി തേങ്ങകളും മതിയാവും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം നമ്മൾ ലൈറ്റായിട്ട് കൈവെള്ളം തളിക്കുന്നു പറയത്തില്ലേ, നമ്മൾ ലൈറ്റായിട്ട് വെള്ളം തളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നു. വെള്ളം തളിച്ച് നല്ലോണം ഇതിനെ മിക്സ് ചെയ്യുന്നു. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേകാൻ വയ്ക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ മൂടി വയ്ക്കും. ഒരു 20 ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീൻ പീര റെഡിയായി കിട്ടും. അതിനിടയിൽ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കും. ഈ മീൻ പീരയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മീൻ പീര തനിയെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. അപ്പോൾ അത് പുട്ടുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. എന്തായാലും ഇത് കണ്ടിട്ട് ഇത് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പുട്ട് കുറ്റിന്ന് ഇങ്ങനെ ഇളക്കി ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വീഴുന്നത്. അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ സലൈവേഷൻ കൊണ്ട് പറയാനും പറ്റുന്നില്ല. എന്തായാലും ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. പുട്ടിങ്ങനെ പുഴുങ്ങി വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കുടംപുളിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഈ ആവി പറക്കുന്ന അതിൻ്റെ വരുന്നൊരു മണം എന്ന് പറഞ്ഞാൽ നല്ല മണമാണ്. മീൻ പീരയുടെയും ആ പുട്ടിൻ്റെയൊക്കെ ശരിക്കുള്ള മണം വരുന്നുണ്ട്. ഈ മീനിൻ്റെ ഈ മാംസം മുഴുവൻ ഇതിനകത്തേക്ക് അതായത് ഈ മീനിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളം ആ മീനിൻ്റെ ഇത് റൈസ് നമ്മുടെ ഈ പുട്ടിലായിട്ടോട്ട് ഇറങ്ങും. പുട്ടിലിറങ്ങുമ്പോൾ ഈ റൈസ് മീനിൻ്റെ ഫ്ലേവർ നല്ല ഫ്ലേവറിൽ വരും. നല്ല സോഫ്റ്റ് ആണ്, കിടിലൻ ടേസ്റ്റ് ആണ്. ഇത് നേരത്തെ കഴിച്ച ഇറച്ചിപ്പുട്ടിനാണോ ഇതിനാണോ ടേസ്റ്റ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇതുണ്ടാക്കി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന്. വീണ്ടും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ട് വേറെ എന്തെങ്കിലും ടേസ്റ്റ് മേക്കർ ഇതിനകത്ത് ചേർത്തിരുന്നു? ഇല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നാച്ചുറൽ ടേസ്റ്റ് ആണ്. അപാര ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഇന്ന് തന്നെ കുറച്ച് ഈ നെത്തോലി സംഘടിപ്പിച്ചിട്ട് ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. അസൽ ടേസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ മീൻ പീരപ്പുട്ടോ ഇറച്ചിപ്പുട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക കറി വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഞാനിത് ഫിനിഷ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. എല്ലാവരോടും ഒന്ന് വരാമോ? എല്ലാവരും ഒന്ന് വരൂ. SP ഗ്രാൻഡേഴ്സിൽ നിന്നും വിടവാങ്ങാൻ സമയമായി. അതുമാത്രമല്ല കനകക്കുന്നിലാണെങ്കിൽ ഫുഡിൻ്റെ സ്റ്റാളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇത്രയും മനോഹരമായ, പ്രത്യേകിച്ച് ഇപ്പം നോമ്പ് തുറ സമയമായതുകൊണ്ട് നോമ്പ് തുറക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ 2 പുട്ടുകൾ അല്ലേ, തലശ്ശേരിയിലൊക്കെ ആണെങ്കിൽ ഓരോ നോമ്പിൻ്റെ സമയത്തും എത്രയെങ്കിലും വിഭവങ്ങൾ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിജു ചേട്ടൻ്റെ വക 2 ഡിഷുകളും കൂടി, ഇറച്ചിപ്പുട്ട്, മീൻ പീരപ്പുട്ട്.